ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് സ്നോ ഡേ ആണ്. നമുക്ക് രാവിലെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാണ്. ഇനി ഉച്ചക്കൊരു ഹെവി സ്നോ ആണ് ഇവിടെ. ഉച്ചക്ക് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അതിന് പോസ്റ്റ്പോൺ ചെയ്യാന്ന് അറിയില്ല. പോസ്റ്റ്പോൺ എന്തായാലും നല്ല ഹെവി സ്നോ ആണ്. നൈറ്റ് തുടങ്ങിയതാണ്. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലേനും ഈ സ്നോ, കാരണം ചൂട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ സ്നോ ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ചാണ്. എന്നാൽ നൈറ്റ് പിന്നെയും സ്നോ പെയ്യാൻ തുടങ്ങി. ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ വ്ളോഗ് നമ്മൾ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂസും കാര്യമൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഹോസ്റ്റൽ ഏരിയസ് ആണ്. ആ കാണുന്നതൊക്കെ ഹോസ്റ്റലാണ്. ഇന്ത്യൻ ഹോസ്റ്റൽസ് ഉണ്ട്, അല്ലാത്ത ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽസും കാര്യമൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ. ഇവിടെ ഹട്ടും കാര്യമൊക്കെ ഉണ്ട്. സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഇരിക്കലുണ്ട്. ഇപ്പം സ്നോ ആയതുകൊണ്ടാണ് ആരില്ലാത്തത്. അല്ലാത്ത ടൈമിലൊക്കെ എവിടെയൊക്കെ സ്റ്റുഡൻസ് വന്ന് ഇരിക്കലും പഠിക്കാനും കാര്യത്തിനൊക്കെ അവിടെ വന്നിട്ട് ഇരിക്കലൊക്കെ ഉണ്ട്. കാണുമ്പോൾ സ്നോ ആണ് നല്ല രസമാണെങ്കിലും തീരെ ഫീൽ ചെയ്യാൻ തീരെ ഗുഡല്ല. നല്ല തണുപ്പാണ്, കൈയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വേനിച്ചു തുടങ്ങും. ആക്ച്വലി നമ്മൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി മാറ്റി റെഡി ആയതായിരുന്നു. അപ്പോഴാണ് ക്ലാസ്സിലുള്ള കുട്ടികളെ വിളിച്ച് പറഞ്ഞത് ഇന്ന് ക്ലാസ് ഇല്ലാന്ന്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ച്. നല്ല പനിയാണ്, 2 ദിവസമായിട്ട് നല്ല പനി. ഇനി ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു വന്നപ്പോഴേക്കും ഇനിയിപ്പോൾ അടുത്ത പനിക്കാനുള്ളതൊക്കെ ഇനിയിപ്പം 11 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്, ഹിസ്റ്റോളജിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 10:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എടുക്കും ക്ലാസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങി. റോട്ടുമലെത്തി. ബസ് അവിടുന്ന് ബസ് കയറണം. ഇന്ന് സ്നോ ആയതുകൊണ്ട് ഞങ്ങളുടെ ബസ്സിലാണ് ക്ലാസ്സിന് പോകുന്നത്. ജസ്റ്റ് ഈ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡിയായി. യൂണിവേഴ്സിറ്റി എത്താനായി. നിങ്ങൾക്ക് 11 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. ഇതൊക്കെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ്. നമുക്കിവിടെ കുറേ ബ്ലോക്സ് ഉണ്ട്. ലാംഗ്വേജ് ബിൽഡിങ്, മെയിൻ ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ബ്ലോക്സ് ഉണ്ട്. ഓരോ ക്ലാസ് ചെയ്യുമ്പോൾ മാറി മാറി നമ്മൾ പോകണം. ഇപ്പോഴും സ്നോ നിന്നിട്ടില്ല, നല്ല സ്നോ ഉണ്ട്. ഫുൾ സ്നോ ചളിയായിട്ട്. ഇതാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴി. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്നോ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കാണാൻ നല്ല രസമാണെങ്കിലും ഈ തണുപ്പത്ത് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ്. ഇതാണ് ഞങ്ങളെ ഹിസ്റ്റോളജി ബ്ലോക്ക്. ഇന്ന് ഞങ്ങൾക്ക് ഹിസ്റ്റോളജി ക്ലാസ് ആണുള്ളത്. ഇന്ന് ഹിസ്റ്റോളജിക്ക് 2 സെക്ഷൻസ് ആണുള്ളത്, പ്രാക്ടിക്കലും അതുപോലെ തന്നെ ലെക്ചറും. ഇതാണ് നമ്മളെ ക്ലാസ്. ഇവിടെ നിന്ന് നമുക്ക് പ്രാക്ടിക്കൽ ആകെ ഒരു 15 കുട്ടികളുണ്ടാവുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലെക്ചർ ഹാളുണ്ട്. ലെക്ചർ ഒരു 1.5 അവർ ലെക്ചർ ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ലെക്ചറാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ വൈറ്റ് കോട്ടും വൈറ്റ് ക്യാപ്പും നിർബന്ധമാണ്. അതിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഗെറ്റ് ഔട്ട് അടിക്കും. ഞങ്ങൾക്ക് ഈ സെമ്മിൽ സൈറ്റോളജിയും എംബ്രിയോളജിയാണ് ഹിസ്റ്റോളജിയിൽ പഠിക്കാനുള്ളത്. ഇന്ന് ലെക്ചറും പ്രാക്ടിക്കലും വരുന്നത് സൈറ്റോളജിയാണ്. 1.5 മണിക്കൂർ ലെക്ചറും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സാണ് വരുന്നത്. ലെക്ചർ ക്ലാസ് കുറച്ച് ബോറിംഗ് ആണ്, പക്ഷേ ഇരിക്കാതെ പറ്റില്ലല്ലോ. ലെക്ചർ ക്ലാസ് സ്റ്റാർട്ടായി. എന്നൊരു 1.5 മണിക്കൂർ ലെക്ചർ ആയിരിക്കും. അതായിട്ട് നമ്മൾ നേരെ പ്രാക്ടിക്കലിന് വരും. സോ ടീച്ചർ ഭയങ്കര സീനാണ്. ലെക്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്കൊക്കെ കിട്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നടന്ന് ഞങ്ങൾ താഴത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് 3 സമൂസൊക്കെ കഴിച്ച് തിരിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് കയറി. ഇതാണ് നമ്മളെ പ്രാക്ടിക്കൽ മിസ്സ് ഒരു പാവാണ്. മിസ്സ് പറയുന്നത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞങ്ങളത് കഴിഞ്ഞ്. ഇന്ന് സൈറ്റോളജി ആയിരുന്നു. പ്രാക്ടിക്കലും ലെക്ചറും കൂടി ഒരു ലോഡ് ഉണ്ടായിരുന്നു. ഒരുമാതിരി വൃത്തിയുടെ ക്ലാസ്സാണ്. ക്ലാസ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കണം. ഉണ്ടോ അറിയില്ല. 2 മണിയാകുമ്പോൾ ഫുഡ് കഴിയണമാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞ് കിട്ടാൻ അറിയില്ല. എന്തായാലും നമ്മൾ
അടുത്ത വീഡിയോകളിൽ കാണാം. ബൈ. സുഹാനല്ല